നന്മയുടെ മരണം. ചിറകുകൾ ഒത്തിയെടുത്തേ എൻ മോഹച്ചിറകുകൾ വെട്ടിയെടുത്തേ മാനം നീളെ പറന്നു നടക്കുമെൻ സ്വപ്നവും തട്ടിപ്പറിച്ചേ എൻ സ്വപ്നവും തട്ടിപ്പറിച്ചേ. അമ്മു, ആരാണ് പാടുന്നത്? ഒരു കിളിയുടെ പാട്ട് പോലെ. അത് ഒരു സങ്കടപ്പാട്ടാ. ഉമ്മക്കുൽസേ, കിളികൾ സങ്കടപ്പാട്ട് പാടുവോ? പിന്നെ പാടാണ്ട് സങ്കടം വന്ന സങ്കടപ്പാട്ട് പാടും. ഇപ്പം കേൾക്കണതെല്ലാം സങ്കടപ്പാട്ടാ. ദാ നോക്ക്, ഒരു കിളി. അയ്യോ, ദാ അതിന്റെ ചിറകുകൾ. ആരാണ് ഈ ചതി ചെയ്തത്? അയ്യോ, ആരാണ് കുഞ്ഞിക്കിളി നിന്റെ ചിറകുകൾ കൊത്തിയെടുത്തത്? നിന്നെ ഇതിനു മുമ്പെങ്ങും ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. നീ എവിടെ നിന്ന് വരുന്നു? ഞാനൊരു ദേശാടന കിളിയാ. ഓരോ കാലത്തും ഓരോ നാട്ടിൽ പറന്നു നടക്കുന്ന ഒരു പാവം കിളി. എന്റെ പേര് നന്മ എന്നാ. ഹായ്, നല്ല പേര്, നന്മ. നന്മക്കിളി. എന്തിനാ ഇങ്ങനെ ചെയ്തത്? എന്തിനാ ചെയ്തതെന്ന് എനിക്കും അറിയില്ല. പക്ഷേ ആരാണ് ചെയ്തതെന്നറിയാം. ആരാ? മാക്കാൻ, കാട്ടുമാക്കാൻ. കാട്ടുമാക്കാനോ? ആരായി കാട്ടുമാക്കാൻ? ഞാൻ പറന്നു ചെല്ലാറുള്ള എല്ലാ നാടുകളിലും ഞാൻ അവനെ പോലുള്ളവരെ കാണാറുണ്ട്. ചുവന്ന കണ്ണുകളുള്ള, ചിലമ്പിച്ച ശബ്ദമുള്ള, കയ്യിൽ എപ്പോഴും ആയുധത്തിളക്കവുമായി ചോരയുടെ മണമുള്ള കാട്ടുമാക്കാൻ. ഞങ്ങളവനെ ഇവിടെയൊന്നും കാണാറില്ലല്ലോ. അത് നിങ്ങൾ കണ്ണു തുറന്നു നോക്കാഞ്ഞിട്ടാ. പിന്നെ എനിക്കല്പം വെള്ളം തരാമോ? ദാഹിച്ചിട്ട് വയ്യ. അതിനെന്താ, തരാമല്ലോ. മരുന്നും കൊണ്ടുവരാം. ഞങ്ങൾ മാതിമുത്തിയെയും കൂട്ടി വരാം. അതായത് മാതിമുത്തുവിന്റെ കയ്യിൽ പച്ചമരുന്നുണ്ട്, മുറിവുണങ്ങുന്ന പച്ചമരുന്ന്. ഭാണ്ഡക്കെട്ട് നിറയെ പാട്ടുകളുമുണ്ട്. നീ ഇനി സങ്കടപ്പാട്ട് പാടേണ്ട കേട്ടോ. ഞങ്ങൾ മാതിമുത്തിയെയും കൂട്ടി ഇപ്പൊ ഇങ്ങെത്താം. വേഗം വരണേ, എനിക്ക് പേടിയാവുന്നു. അയ്യോ, കാട്ടുമാക്കാൻ, കാട്ടുമാക്കാൻ വരുന്നേ. എന്ത് രസമാണ് നിന്റെ നിലവിളി കേൾക്കാൻ. ചിറകറ്റ നിന്റെ കിടപ്പ് കാണുമ്പോൾ എനിക്ക് തോന്നുന്ന സന്തോഷം എത്രയാണെന്നോ. കുന്നോളം രക്ഷിക്കണേ. ആര് വരാൻ? നിലവിളി കേട്ടാലൊന്നും ഇപ്പോൾ ആരും തിരിഞ്ഞൊന്ന് നോക്കാറ് പോലുമില്ല. ദാ ഒരു കിളിക്കൂട്ടം. അരുതേ, അവയൊന്നും ചെയ്യല്ലേ. എന്തിനാണ് നിങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത ആ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നത്? ഒരു രസത്തിന് കാട്ടുമാക്കാന്റെ തലയ്ക്ക് മുകളിൽ യാതൊന്നും പറക്കരുത്. അതെന്നെ വാശിയാണ്. അല്ല, ഇതാരാ ഒരു ചെകുത്താൻ? ഇവനാണോ ഈ നന്മക്കിളിയുടെ ചിറകരിഞ്ഞത്? അതെ, ഇയാൾ തന്നെയാ ഞാൻ പറഞ്ഞ കാട്ടുമാക്കാൻ. എന്തിനാ നിങ്ങൾ ഇത് ചെയ്തത്? മനത്തോടെ പറക്കുന്ന കിളിയുടെ ചിറകരിഞ്ഞാൽ പിന്നെ അതെങ്ങനെ പറക്കും? ആരും എനിക്ക് മുകളിൽ പറക്കുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാവരും ഇഴയണം, നിലവിളിച്ചുകൊണ്ട് എന്റെ കാൽ കീഴിൽ. ഓഹോ, അതൊരു ഭയങ്കര ബുദ്ധിയാണല്ലോ. അതെ,
നിയമം അറിയില്ലെങ്കിൽ പറയാ. കിളികളെ കൊല്ലുന്നത് കുറ്റ, നല്ല ശിക്ഷ കിട്ടും. നിയമമോ? ഞാൻ നിയമത്തിന് അതീതനാണ്. നിർത്തുന്നുണ്ടോ ഈ കൊലച്ചിരി? നിങ്ങളുടെ ഈ പ്രവൃത്തി കാണുമ്പോൾ പിന്നെ ചിരിക്കാതെ എന്തു ചെയ്യും? ചോരവാർന്ന മരണത്തോട് മല്ലിടുന്ന ഈ കിളിയെ രക്ഷിക്കാൻ നിൽക്കാതെ വല്ല കമ്പ്യൂട്ടർ ഗെയിമും കളിച്ചിരുന്നൂടെ? ചാറ്റ് ചെയ്തൂടെ? ഞങ്ങൾ ഇതിനെ രക്ഷിക്കും. പച്ചമരുന്നുമായി ഞങ്ങളുടെ മാതിമുത്തി ഇപ്പോഴിങ്ങെത്തും. അലിവൂറും കൊന്നിൽ മരുന്നില ഉള്ളാൻ പോയിരിക്കുക മുത്തിയമ്മ. അലിമൂറും കൊന്നിൽ പച്ചിലകളോ? വീട്ടുകൾ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും. പണ്ട് ഇതുപോലെ മരണത്തോട് മല്ലിടുന്ന ഒരു പെൺകുട്ടി ചെയ്ത ഒരു സൂത്രപണിയുണ്ട്. എന്തു പണി? കടലാസ് കൊക്കുണ്ടാക്കൽ. അതുപോലെ അവളോടും കടലാസ് കൊക്കുണ്ടാക്കാൻ പറ. ചാവുമ്പോൾ നിങ്ങൾക്ക് ചുട്ടു തിന്നാം. ദാ മുത്തിയമ്മ വരുന്നു. നാശം! ആ കിളവി എവിടെയും എത്തിയോ? മുത്തിയമ്മ കുന്നു കേറിപ്പോയത് വെറുതെയായി മക്കളെ, വെറുതെയായി. എന്തു പറ്റി? അലിവൂറും കുന്നിൽ പച്ചിലകളൊന്നുമില്ല. കുന്നിന്റെ നെഞ്ച് മാന്തിയെടുത്തിരിക്കുന്നു. പൂക്കൾ വിരിയാത്ത, പുഴുക്കൾ ഇഴയാത്ത അലിവൂറും കുന്ന് ചുട്ടുപഴുത്ത ഒരു മരുഭൂമി പോലെയായി. കുഞ്ഞിരാമ മാഷ കണ്ടത്തിലും ഫ്ലാറ്റ് വരുന്നുണ്ടെന്ന്. അതിനുവേണ്ടി അലിവൂറും കുന്ന് ഇടിക്കാൻ പോകുന്നു പപ്പ പറയുന്നുണ്ടായിരുന്നു. അപ്പോ നന്മക്കിളിയുടെ കാര്യം? നമുക്കും കാട്ടുമാക്കാൻ പറഞ്ഞതുപോലെ കടലാസു കൊക്കുകൾ ഉണ്ടാക്കിയാലോ? മുത്തശ്ശിക്കറിയോ ആ കഥ? ഒരു പെണ്ണ് മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കടലാസ് കൊക്കുണ്ടാക്കിയ കഥ. ഒരു സഡാക്കോ സുസുക്കിയുടെ കഥ. കഥയല്ല, ജീവിതം. ആര്? എന്താ പേര്? ഒന്നുകൂടെ പറഞ്ഞേ. സഡാക്കോ സസുക്കി. ജപ്പാനിലെ ഒരു ഗ്രാമത്തിലെ പെൺകുട്ടി. അവളുടെ കണ്ണീരിന്റെ കഥ കുട്ടിയോളറിയണം. ഭീകര യുദ്ധത്തിന്റെ എപ്പോഴത്തെയും രക്തസാക്ഷി സസുക്കി. ദാ നിന്നെ പോലൊരു പെൺകുട്ടിയായിരുന്നു. കൂട്ടുകാരെന്ന് വെച്ച അവൾക്കു ജീവന. ഒരു മുത്തശ്ശിയും ഒരു കിളി ഒക്കെയായി അവൾ ആ ഗ്രാമത്തിൽ കളിച്ചും ചിരിച്ചും നടന്നു. എന്നിട്ട് സഡാക്കോയ്ക്ക് രക്താർബുദമാണെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. മരണം കണ്ടുകൊണ്ട് അവൾ കിടന്നു. പിന്നെ കടലാസ് കൊക്കുകൾ ഉണ്ടാക്കിയത്? അതു ജപ്പാൻകാരുടെ ഒരു വിശ്വാസ. രോഗികളായവർ മരണാസന്നരായി 1000 കടലാസു കൊക്കുകൾ ഉണ്ടാക്കിയാൽ മരണത്തിൽ നിന്നും രക്ഷപ്പെടുമെന്ന്. ശാസ്ത്രം തോറ്റാൽ വിശ്വാസത്തിലേക്ക് പോകുന്ന പാവം മനുഷ്യന്റെ വിശ്വാസം. എന്നിട്ട് വിശ്വാസം രക്ഷിച്ചോ? ഇല്ല, അവിടെയും ശാസ്ത്രം ജയിച്ചു. സഡാക്കോ തോറ്റു. കേവലം 644 കൊക്കുകൾ മാത്രമേ അവൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും ആണവ യുദ്ധത്തിന്റെ വിഷശക്തി അവളുടെ ജീവൻ എടുത്തിരുന്നു. ഇന്നും അവളെ ഓർമ്മിക്കാൻ ലോകമെമ്പാടും കുട്ടികൾ കടലാസു കൊക്കുകൾ നിർമ്മിക്കുന്നു. യുദ്ധത്തിനെതിരെയുള്ള കുട്ടികളുടെ സന്ദേശം കൂടിയാണിത്. ദാ മുത്തശ്ശി, നന്മക്കിളി വല്ലാതെ തളരുന്നുണ്ട്. നമുക്കിതിനെ വേഗം വീട്ടിലെത്തിക്കാം. വേണ്ട, എന്നെ രക്ഷിക്കാൻ നോക്കേണ്ട. ചിറകില്ലാത്ത ഞാൻ ജീവിച്ചിട്ട് എന്തു കാര്യം? പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഈ ലോകത്തോട് ഉറക്കെ ചോദിക്കണം. എന്തിനാണ് കുഞ്ഞുങ്ങളുടെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തുന്നുവെന്ന്
വിയറ്റ്നാമിൽ, ഇറാഖിൽ, അഫ്ഗാനിസ്ഥാനിൽ, പാലസ്തീനിൽ എന്തിനാണ് മനുഷ്യനെ മാംസപിണ്ഡങ്ങളാക്കുന്നുവെന്ന് ഉറക്കെ ചോദിക്കണം. അതെ, നിലവിളികൾക്ക് അവസാനമുണ്ടാകണമെങ്കിൽ പലതും ഉറക്കെ പഠിക്കണം. മനുഷ്യത്വത്തെ നശിപ്പിച്ചിട്ട് ഇവിടെ എന്തിനാണ് മണിമാളികകൾ ഉയർത്തുന്നതെന്ന് ചോദിക്കണം. കുട്ടികളെ, കാട്ടുമാക്കാന്റെ ശബ്ദം. വേണ്ട, ഈ വായുവിൽ, ഈ മണ്ണിൽ ഇനിയൊരു യുദ്ധം വേണ്ട. നാഗസാക്കിയും ഹിരോഷിമയും വേണ്ട. മക്കളെ, ദാ നിങ്ങളുടെ കുഞ്ഞു പക്ഷി മരിച്ചിരിക്കുന്നു. നന്മ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞിക്കിളി. കുട്ടിയോളെ, നന്മക്കിളി മരിച്ചിരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ മനസ്സിലെ നന്മ മരിക്കരുത്. നന്മ മരിച്ചാൽ അവിടെ തിന്മ വളരും. തിന്മകളാണ് അധിനിവേശമായും യുദ്ധമായും മാറുന്നത്. യുദ്ധത്തിൽ പുതിയ പുതിയ ആയുധങ്ങൾ നിർമ്മിച്ച് രാജ്യങ്ങൾ വളർന്നു വികസിക്കുമ്പോൾ തളർന്നു മരിച്ചു വീഴുന്നത് മനുഷ്യനാണ്. നന്മയുള്ള മനസ്സ്, ശാന്തിയും സമാധാനവും പുലരുന്ന ലോകം, അതാകട്ടെ നമ്മുടെ ചിന്ത. അതിനാകട്ടെ ഓരോ വാക്കും പ്രവൃത്തിയും.